പ്രിയപ്പെട്ടവരെ, സ്നേഹാഭിവാദ്യങ്ങൾ. 1.5 പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ജനങ്ങൾക്കിടയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷം നിർണായകമായ നിരവധി സമരവഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിരന്തര പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിശക്തമായ സമരങ്ങളായി നമ്മൾ ഏറ്റെടുത്തു. അനവധി ഭൂരഹിതരായ സുഹൃത്തുക്കൾക്ക് ഭൂമി നേടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചു. സംവരണാവകാശം റദ്ദു ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടം നിരന്തരം നമ്മൾ നടത്തി. കേരളത്തിൽ KSൽ സംവരണം കൊണ്ടുവരിക എന്ന അതിശക്തമായ ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. വിജയകരമായ പോരാട്ടമായി അത് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായും ഈ സമരങ്ങളിലൂടെ കേരളീയ സമൂഹത്തിൽ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുഖ്യധാരയിൽ ഏറ്റെടുക്കാൻ പലരും നിർബന്ധിതമാകുന്നു എന്നത് തന്നെയാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നിതിൻ രാജിൻ്റെ ഓർമ്മകൾ നമ്മുടെ സമരവീര്യങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട്. അതിശക്തമായ ചുവടുവെപ്പുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. സംഘപരിവാർ ഭരണകൂടം പൗരത്വ നിഷേധമുൾപ്പെടെ പല നിയമങ്ങളും രാജ്യത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധവും പ്രതിരോധവുമായി നാം തെരുവിൽ നിറഞ്ഞു നിന്നു. ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇന്ത്യ ഭരിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളാണ്. അവർ നിശ്ചയിക്കുന്ന രാഷ്ട്രീയവും പ്രവർത്തന രീതിയുമൊക്കെ ഈ നാടിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആശയങ്ങളിലൂടെ, കാഴ്ചപ്പാടിലൂടെ നമ്മുടെ രാഷ്ട്രീയത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ജനം ഒരു പുതിയ മുന്നേറ്റത്തെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് 1.5 പതിറ്റാണ്ടിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച മുന്നേറ്റം നമുക്ക് സാധ്യമായി. വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ ഉന്നയിച്ച ആശയങ്ങളെ ജനം സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ CPM ഡീൽ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് നാട്ടിൽ സൃഷ്ടിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധികളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. തീർച്ചയായും 1 പതിറ്റാണ്ട് കാലം കേരളത്തിലുണ്ടായ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളെ വേരോടെ പിഴുതെടുക്കാൻ കേരള ജനത കാണിച്ച വലിയ ശക്തി നമ്മുടെ കൂടി പങ്കാളിത്തം കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുന്നു. പ്രതിരോധങ്ങൾ അതിശക്തമായി ഉണ്ടാകേണ്ട കാലമാണ്. സംഘപരിവാർ ശക്തികൾ കേരളത്തിൻ്റെ നിയമസഭകളിലേക്ക് വരെ എത്തിയിരിക്കുന്ന കാലം. കൂടുതൽ സൂക്ഷ്മമായി നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് മൂർച്ച കൂട്ടി കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വിവിധ സമുദായങ്ങൾ, സമൂഹങ്ങൾ, ജാതിജന സമൂഹങ്ങൾ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വിമോചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സാഹോദര്യത്തിൻ്റെ വിശാല പ്ലാറ്റ്ഫോം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കണം. സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം, സാമൂഹ്യനീതിയുടെ പോരാട്ടം എന്ന ആശയവുമായി വീണ്ടും നമ്മൾ ജനങ്ങളെ സമീപിക്കുകയാണ്. അനവധി ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരണം. പാർട്ടി ശക്തിപ്പെടുക ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഈ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന വിവിധ സമുദായങ്ങളും വിവിധ സമൂഹങ്ങളും ജനവിഭാഗങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. തീർച്ചയായും അവരിലേക്കൊക്കെ എത്തി പാർട്ടിയുടെ ഈ സംഘടനാ ക്യാമ്പയിനെ വിജയത്തിലെത്തിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ജൂൺ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ ആ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ദിവസങ്ങളായി നാം മനസ്സിലാക്കുക. വരും ദിവസങ്ങളിൽ ആ പ്രവർത്തനങ്ങളുമായി എല്ലാവരും രംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹാഭിവാദനങ്ങൾ.